കർക്കിടക സംക്രാന്തി എന്നാണ് ശരിക്കും എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സംക്രാന്തി എന്നിട്ടാ പറയുക. അപ്പം ഞങ്ങൾ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് സംക്രാന്തി തന്നെയാണ്. അപ്പം സംക്രാന്തി പ്രമാണിച്ചിന്ന് വീട്ടിൽ പോർക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ തന്നെ റെഡിയാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ടച്ചിങ്സിന് വേണ്ടി ഇടയ്ക്ക് കഷ്ണം ഇടില്ലേ, അത് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ടു. പിന്നെ സവാളൊക്കെ വാട്ടി അതിലത്തെ കുറച്ച് തട്ടിക്കൂട്ട് ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഈ തേങ്ങ കഷ്ണത്തിന് ഇടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിൽ അമ്മ ഓൾറെഡി അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. 3-4 വിസിലടിച്ചു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി അത് വെന്തോന്ന് വിചാരിച്ച് ബാക്കിയുള്ള കുറച്ച് വേവ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ഗ്രേവി സെറ്റാക്കി ഡ്രൈ ആക്കുന്ന സമയം കൊണ്ട് ആവും എന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടും ഈ പോർക്കിന് ഒരു വിസിലും ഉണ്ടായിരുന്നില്ല. അഗെയിൻ ഞാനതിനെ കുക്കറിലിട്ട് അടിച്ചിട്ടൊരു 7 വിസിൽ അഡീഷണൽ അടിച്ചു. എന്നിട്ടും അതൊരു പരിവായിട്ടില്ല കേട്ടോ. പിന്നെ വീട്ടിൽ മധു പോർക്ക് കഴിക്കാത്തതുകൊണ്ട് അവന് വേണ്ടി സ്പെഷ്യലി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ നല്ല കേട്ടോ. അച്ഛനും പോർക്ക് കഴിക്കില്ല, അച്ഛനും ആർക്കാച്ച കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇതിൽ ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് അച്ചമ്മയ്ക്ക് എരിവ് പറ്റാത്തതുകൊണ്ട് എരിവില്ലാണ്ട് വെച്ചിട്ടുള്ള പോർക്ക് കറി. ആൾക്കാണെങ്കിൽ പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് സെപ്പറേറ്റ് വെച്ചു. പക്ഷേ ഇതിനൊരു കൂസലുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ശരിക്കും വിഷമമായി. ഞാൻ കുറേ ദിവസമായിട്ട് പോർക്ക് കഴിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മൂഞ്ചിപ്പോയി ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ.